എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാനുള്ള അവസരമുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ ഇതര റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ ജൂൺ 26 മുതൽ അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് 2026 ജൂലൈ 15 ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. റേഷൻ കാർഡ്, BPL സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ ഇതര നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രത്തിലൂടെ സമർപ്പിക്കാവുന്നതാണ്. താഴെ പറയുന്ന അയോഗ്യതാ മാനദണ്ഡങ്ങൾ ഉള്ളവർ അപേക്ഷിക്കേണ്ട കാര്യമില്ല. കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരൻ, ആദായ നികുതിദായകൻ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട്, 4 അതിലധികമോ ചക്രമുള്ള വാഹനം, സ്വയം ഓട്ടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ച് ഉണ്ടാകുവാൻ പാടില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയുള്ളവർ, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT, നേഴ്സ് ഇവർക്കും അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടിയാണ് ഇത് പരിഗണിക്കുന്നത്. 1 ഏക്കറിൽ കൂടുതൽ സ്ഥലവും ഉണ്ടായിരിക്കുവാൻ പാടില്ല. ST വിഭാഗത്തിന് ഒഴികെ 25,000 രൂപ പ്രതിമാസ വരുമാനം ഉണ്ടായിരിക്കുവാൻ പാടില്ല. NRI ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.